എടി ചേച്ചി, നിന്റെ അടുത്ത് പൈസ ഉണ്ടോ? എന്തിനാ നിനക്കിപ്പോ പൈസ? ഇന്ന് ഐസുകാരൻ വരില്ലേ, നമുക്ക് മേടിക്കണ്ട ഐസ്? ആ മേടിക്കണം. എന്റെ അടുത്ത് പൈസയൊന്നുമില്ല, അമ്മയോട് സോപ്പിട്ട് നോക്കാം. അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മുടെ സോപ്പിലൊന്നും മയങ്ങൂലടി. അതെങ്ങനെ തരൂലെന്നറിയണേ? നീ അമ്മയോട് പൈസ ചോദിച്ചോ? അത് പിന്നെ ഇന്നലെ അമ്മ പഞ്ചസാര മേടിച്ചാൻ പൈസ തന്നില്ലേ? അപ്പൊ ഞാന് മുട്ടായിക്കും കൂടി ചോദിച്ചു, അപ്പൊ അമ്മ തന്നില്ല. അമ്പടി കള്ളത്തി. അപ്പൊ ഈ ഞാനൊന്നും അറിയാതെ അമ്മയോട് പൈസ ചോദിക്കലുണ്ടല്ലേ? ഏയ് ചോദിക്കലൊന്നുമില്ല. ഇന്നലെ അമ്മ പഞ്ചസാരക്ക് പൈസ തന്നപ്പോ ചോദിച്ചു. ഓ, അമ്മ തരാത്ത ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നലെ ഈ മുട്ടായി മേടിച്ചില്ലേ? ഇപ്പൊ തരാൻ മുട്ടായി കേട്ടോ. ഐസ്ക്രീമിന് അമ്മ പൈസ തരുമോ? നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ കുടിച്ചിലിട്ടേച്ച കുറച്ച് ചില്ലറ പൈസ അല്ലേ, ഇന്നെടുക്കാം. ആ, അത് നല്ല ഐഡിയ ആണ്. എന്നാ വാ ചോദിച്ചു നോക്കാം. ആ, നടക്കാൻ കേട്ട്. ആഹാ, ഇന്ന് എന്റെ രണ്ട് മക്കളും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആ അമ്മേ. എന്തോന്നടി കാര്യം? അമ്മയ്ക്ക് ഇന്ന് ഞാൻ അടിച്ചെടുത്ത് തരാട്ടോ. ഞാൻ തുടക്കം ചെയ്യാം. എന്തോ ഒരു കാര്യം സാധിക്കണ്ടല്ലോ. ഏയ്, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ലമ്മേ. എന്റെ മക്കളെ മുഖത്ത് നോക്കിയ ചറി, സത്യം പറ. അത് പിന്നെ അമ്മേ, ഞങ്ങൾക്കൊരു 20 ഉറുപ്പിക തരുമോ? എന്തിന്? അത് പിന്നെ ഐസ്ക്രീം മേടിക്കാനാ. അത് നടക്കൂല, എന്റെ മക്കളിപ്പോ ഒന്ന് ചെന്നാട്ടെ. പോ അങ്ങോട്ട്. ഓരോന്നും പറഞ്ഞു തരും രണ്ടാളും. മക്കളെ രണ്ടുപേരും കണ്ടില്ലല്ലോ. എങ്ങോട്ടാ പോയിന്നാവോ? ആ, നേരത്തെ പൈസ കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് തെറ്റിപ്പോയതാവും. മക്കളെ മക്കളെ ഒന്നും വന്നേ. എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? മക്കളെ പിണക്ക് എപ്പോഴും മാറിയില്ലേ? എന്ത് പിണക്കം? ഞങ്ങൾക്ക് പിണക്കൊന്നുമില്ല. അമ്മ പൈസ തന്നില്ല, അത്രല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ തരൂല, ഞങ്ങൾക്കറിയാം. ഐസ്ക്രീം ഒന്നും തിന്നാൻ പറ്റൂല കുട്ടികളെ. അതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കണേന്നാവോ? തമ്പുരുവിനെ കണ്ടില്ലല്ലോ, അവളവിടെ ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. എടി തമ്പുരു, ഒന്നും വന്നേ. എന്താണ്? ഓ, നീ അപ്പം മകം വീർപ്പിച്ചിരിക്കണോ? അമ്മ എന്തിനാ വിളിച്ചെന്ന് പറയാൻ? എനിക്ക് വേറെ പണിയുണ്ട്. അയ്യോ, നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ വേറെന്താ പണി? അതെ, അമ്മ അറിയേണ്ട കാര്യമല്ല. ഓ, അങ്ങനെ. മക്കളെ ഐസ്ക്രീം ഒന്നും തിന്നാൻ പാടില്ല. അതൊക്കെ അവൾ എങ്ങനെ ഉണ്ടാക്കണതാണെന്ന് അറിയോ? എന്നിട്ടല്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ അവരുടെ അമ്മ മേടിച്ചു കൊടുക്കണേ? അത് അവരുടെ അമ്മയ്ക്ക് അവരോട് ഇഷ്ടമല്ലായിട്ടാണ്. അമ്മക്ക് നിങ്ങളോട് നല്ല ഇഷ്ടമാണ്, അതാ പറയണേ. പൈസ ചെലവാക്കേണ്ട കാര്യം വരുമ്പോ എല്ലാരും ഞാൻ തന്നെ. അമ്മ വെറുതെ പറയാ, നമുക്ക് മേടിച്ചു തരാതിരിക്കാൻ വേണ്ടിട്ട്. നമുക്ക് അച്ഛൻ വരുമ്പോ കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറയാട്ടോ. അത് വേണ്ട, അവിടെ അങ്ങനത്തെ ഐസ്ക്രീം ഉണ്ടാവില്ല. ഇത് കോൺ ഐസ്ക്രീം ആണ്, മതി ഞങ്ങൾക്ക്. എന്നിട്ട് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും 1 രൂപയുടെ സിപ്പപ്പ്. ഞങ്ങൾക്ക് അതല്ല വേണ്ട അമ്മേ, ഞങ്ങൾക്ക് കോൺ ഐസ്ക്രീമാ വേണ്ടേ. ആയിക്കോട്ടെ, മേടിച്ചു തരാം. നീ മോങ്ങാതിരിക്കേ. മേടിച്ചു തരുവോ? മേടിച്ചു തരാം. ഇപ്പോഴേലും കണ്ടു നിങ്ങളെ മുഖത്തിലൊരു സന്തോഷം. താങ്ക് യു അമ്മേ. എന്നാ ഞങ്ങൾ കളിക്കാൻ പോട്ടെ. പോയിട്ടേരി. ഇന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടുമല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടുമല്ലോ. നടക്കാൻ വേഗം. പിന്നല്ല മോളെ, എന്താ കുറച്ച് ഉസാറ് കേൾക്കണില്ല. അല്ല, പിന്നെ ഐസ്ക്രീം കിട്ടൂലേ? എന്താ ഐസ്ക്രീം മേടിച്ചെടുക്കാൻ പറഞ്ഞപ്പോ എന്റെ കുട്ടികളൊരു സന്തോഷേ. നമ്മളീ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തന്നെ അമ്മനോട് വാശി മേടിച്ചേടിച്ചല്ലേന്നു. അത് മേടിച്ചിരുന്നിട്ട് ഒരു 1 രൂപയുടെ സിപ്പപ്പ്. നമുക്ക് അന്ന് അതൊക്കെ കിട്ടുമ്പോ വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ കാലം പോയൊരു പോക്കി. 10 ഉറുപ്പ്യാണ് ഒരാൾക്ക്, രണ്ടാൾക്കും കൂടി 20 ഉറുപ്പ്യായി. എന്നാലും ഒരു സന്തോഷം, അതല്ലേ നമുക്ക് വലുത്. എപ്പോഴൊന്നും ചോദിക്കണില്ലല്ലോ, എപ്പോഴേലൊക്കെ അവരോട് ചോദിക്കണം, അപ്പോൾ മേടിച്ചെടുക്കുക. അതൊക്കെ തന്നെ വലിയൊരു സന്തോഷം. നല്ല രസമുള്ള പടല്ലേ? നല്ല രസമുണ്ട്. ഓ, പരസ്യമായില്ലേ? എന്തൊരു നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. അപ്പത്തിന് പരസ്യമായി. ആ റിമോട്ട് എന്താ? ഞാൻ കൊച്ചു ടി വി ഇടട്ടെ. ഓ, പിന്നെ ഞങ്ങൾക്കിപ്പോ തരാന് ഒന്ന് താങ്ങട്ട്. കൊച്ചു ടി വി ഇടാം. എടി ചേച്ചി, എന്നെ നീ വെറുതെ ഓടിപ്പിക്കാൻ കേട്ടോ. ഇത് പൊടി അവിടുന്ന്, ഞാനല്ലേ ഫസ്റ്റ് എടുത്തേ. ഇങ്ങോട്ട് താടി തമ്പുരു, ഇനി നിനക്ക് എന്റെ അടുത്ത് നിന്ന് കിട്ടുട്ടോ. എന്നാ താടി, നാല് ഇങ്ങോട്ട് താടി. എടി ഇങ്ങോട്ട് താടി, താടി ഇങ്ങോട്ട്. ഇത് പൊടി. അയ്യോ, റിമോട്ട് നിലത്ത് പോണു. അയ്യോ അയ്യോ അമ്മ. എന്താടി ഇവിടുന്ന് സൗണ്ട് കേട്ടെ? അതൊന്നുമില്ല അമ്മേ. ഇതെന്താടി റിമോട്ട് നിലത്ത് കിടക്കണേ? അത് കേടെത്തിക്കാൻ അങ്ങോട്ട്. ഇതെങ്ങനെ ഇടി നിലത്ത് വീണേ? അത് രണ്ടാളും തല്ലുകൂടിയിട്ടുണ്ടാവൂലേ? നീ റിമോട്ടിന് ചോദിച്ചു വരും രണ്ടാളും. കുറച്ചേരം നല്ല സ്നേഹത്തിലാണെങ്കിൽ പിന്നെ കീരിയും പാമ്പുമായി കരവിൽ രണ്ടാളും. അപ്പം നിങ്ങൾ കളിച്ചാൻ പോരാന്ന് പറഞ്ഞിട്ടല്ലേ പോന്നീന്ന് അവിടുന്ന്? പിന്നെന്താ ടി വി ആണെന്നേ? പുറത്ത് നല്ല മഴയായിരുന്നു, അപ്പൊ കളിക്കാൻ പോകാൻ പറ്റിയില്ല, അതാ ടി വി ഉണ്ട്. നീ റിമോട്ടിന് ചോദിച്ചു തരരുത് രണ്ടാളും. പഠിക്കാല്ലേ, പോയി പഠിക്കേ. സ്കൂളൊക്കെ അല്ലേ നിങ്ങൾക്ക്? പഠിച്ചാനൊന്നുമില്ല, അവർക്ക് എപ്പോഴും കളി തന്നെ വിചാരം. പോയി പഠിച്ചു രണ്ടാളും. ഞാൻ വന്നിട്ട് രണ്ടാളോടും ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ രണ്ടാളും ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊന്നും ആവില്ല മക്കളെ. നല്ല അങ്ങോട്ട് കിട്ടേണ്ടി അടുത്താണ്. ശരി അമ്മേ. ഇപ്പൊ സമാധാനമായില്ല എനിക്ക്? ഇപ്പൊ കുറച്ച് സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. എന്റെ കിങ്ങിണി പൂച്ച ഉറങ്ങാണോ?
അതവിടെ ഉറങ്ങിക്കോട്ടെ ചേച്ചി, ശല്യപ്പെടുത്തണ്ട. ഉറങ്ങിക്കോട്ടെ, പാവം, നല്ല ക്ഷീണുണ്ട് തോന്നണു. എടി തമ്പുരു, ഐസ്ക്രീമിന്റെ ആണല്ലോ കേട്ട്. ആ ചേച്ചി, ഐസ്ക്രീമിന്റെ തന്നെ. അമ്മനോട് പറയാ. ദേ മക്കളെ, ഐസ്ക്രീമിന്റെ വണ്ടി വന്നിക്കണോ? ആ അമ്മേ, ഞങ്ങൾ പറയാൻ വരികയായിരുന്നു. ആ അമ്മേ, പൈസ എടുക്ക്. ആ ഞാനിപ്പോ വരാം. അമ്മ ഇപ്പൊ പൈസ കൊണ്ടുവരല്ലോ. ഹായ് ചോളി, ഇന്ന് നമ്മൾ പൊളിക്കും. എന്നാ പൈസ താ അമ്മേ. പോയിട്ട് വേഗം മേടിച്ചോ, അല്ലെങ്കിൽ വണ്ടി ഇപ്പൊ പോവും. ശരി അമ്മേ. ഹായ് ഐസ്ക്രീം വണ്ടി, എടി വേഗം നടക്ക്. ചേട്ടാ, ഞങ്ങൾക്ക് 3 കോൺ ഐസ്ക്രീം. അതിനെന്താ കുട്ടികളെ, ഇപ്പൊ തരാലോ. വേഗം താ ചേട്ടാ. ആ ധൃതി വെക്കാതെ ഇപ്പൊ തരാ. എന്നാ നിനക്ക്, എന്നാ പിടിച്ചോ. എന്നാ ചേട്ടാ ക്യാഷ്. ആ ഓക്കെ. ശരി ചേട്ടാ. ഇതാ അമ്മേ, കഴിച്ചോ. നല്ല രസമുണ്ടല്ലേ ഈ ഐസ്ക്രീം. എന്റേത് ചോക്ലേറ്റ് ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. ആ അമ്മേ, എന്റെ അമ്മേന്റെ സെയിമാണ് മേടിച്ചത്, ചോക്ലേറ്റ്. ഓളത് സ്ട്രോബെറി. ആ എനിക്ക് ചോക്ലേറ്റ് തന്നെ ഇഷ്ടം, സ്ട്രോബെറി ഇഷ്ടമല്ല. എനിക്ക് സ്ട്രോബെറിയാ ഇഷ്ടം. എന്നാ കഴിച്ചോ.